പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാനിപ്പോൾ കണ്ണൂരിൽ തന്നെ ഉള്ളത്. ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സൗത്ത് ബസാർ അല്ലെങ്കിൽ തെക്കി ബസാർ എന്ന് പറയും. തെക്കി ബസാറിൽ ശ്രീ കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ നാഗപ്രതിഷ്ഠ ആയിട്ട് അതിൻ്റെ അധികാരികൾ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ രാജഗോപുരത്തിന് പുതിയതായ എന്തൊക്കെയോ അവർ ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ പടിഞ്ഞാറ് വശത്ത് വലിയൊരു രാജഗോപുരം കൂടി അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കാണേണ്ടതാണ്. ഭാവിയിൽ ചിലപ്പോൾ 4 മൂലയിലും രാജഗോപുരങ്ങൾ തമിഴ്നാട്ടിലെല്ലാം കാണുന്ന പോലെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാണേണ്ട ഒരു സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നാഗപ്രതിഷ്ഠയായിട്ട് വന്നിരിക്കുകയാണ്. ആരാ പ്രതിഷ്ഠ ചെയ്യുന്നത് അതിന് അധികാരിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിനുള്ളിൽ തിരക്കാണ്. അപ്പം വയനാട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല, പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പം അത് കുറച്ച് ഇവിടെ വയനാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വൈഫൈൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കുരങ്ങന്മാർ കടിച്ച് മുറിച്ചിട്ടെല്ലാം. അതുകൊണ്ട് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതുണ്ട്. അത് കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കണ്ണൂരുണ്ട്. അപ്പം കണ്ണൂരിൽ അത് കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ച് പോകുകയുള്ളൂ വയനാട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം കേട്ടോ. എല്ലാവരും പിന്നെ സബ്സ്ക്രൈബർ ചെയ്യണം. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബർ ചെയ്യുക, നല്ല നല്ല കമൻസ് അയക്കുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോകജനതയുടെ മുന്നിലേക്ക് നമുക്ക് ഈ കാഴ്ചകൾ എത്തിക്കാൻ പറ്റൂ കേട്ടോ. അതിന് നിങ്ങളെ സഹായം അത്യാവശ്യമാണ്. ഓരോ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ഓരോ ദേശത്തിൻ്റെ ഉയർച്ചയായിട്ടാണ് നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിച്ചത്, നമുക്ക് മനസ്സിലാക്കി തന്നത്. സത്യവുമാണ്. ആ ദേശത്ത് ആ ഒരു ക്ഷേത്രം ഉയർന്ന ക്ഷേത്രമാണെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ളവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളും. ആ ഒരു കുടുംബം അത്രയും അഭിവൃദ്ധിയും ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസമുള്ളവരെ കാര്യമായി പറയുന്നത്. ഇനി ഒരു ക്ഷേത്രത്തെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ദേശത്തെ ആ തകർന്നു പോയ ക്ഷേത്രം ചുറ്റുവട്ടത്തിലെ ജനങ്ങളെ പോയി നോക്കിക്കോളും. അതും അങ്ങനെ തന്നെയാണ്. ആ ദേശത്തുള്ള ജനങ്ങളുടെ തകർച്ചയും അങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കറിയുന്ന വിഷയങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ലോക ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം കുറേ വീട്ടിത്തരങ്ങളെല്ലാം ഓരോ ആൾ വിളിച്ച് പറയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും മറുപടി പറയാതെ പ്രതികരിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും കൂടി അവരെ കൂടിയിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആവശ്യമില്ല. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല നമസ്കാരം. നിങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരും. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പം ഓരോ യാത്രകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ക്ഷേത്രങ്ങളിലെ പെരുമാറ്റങ്ങൾ ശരിയല്ലാതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്, നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് തോന്നാത്തതും. നമ്മൾ കേരളം മുതൽ കൈലാസം വരെ യാത്ര എന്ന് വെച്ചാൽ സൂപ്പർ പവർ ക്ഷേത്രങ്ങൾ മാത്രമാണ്. വീണ്ടും ഓരോ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭഗവതി നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നതാണ്. അതിന് അധികാരികൾ ഭഗവതി അവിടുത്തെ അധികാരികളെ കൊണ്ട് നമ്മൾ വിളിച്ചിട്ട് വരുന്നത്. കാരണം നാട്ടിൽ ഇഷ്ടംപോലെ യൂട്യൂബർമാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചാനലുകാരുണ്ട്. നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരോടുള്ള ഇഷ്ടം, നമ്മൾ അവരോട് കാണിച്ച പെരുമാറ്റം, അവർ നമ്മളോട് കാണിച്ച പെരുമാറ്റം, ആ സ്നേഹം, അതുകൊണ്ട് മാത്രം വരുന്നതാണ് കേട്ടോ. കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അവിടെ എന്ന് വെച്ചാൽ ഭഗവതി എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ എന്നെ ചേർത്ത് പിടിച്ച ഭഗവതിയാണ്. ആ ഭഗവതി എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ ഓടിക്കും. അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് പോയിട്ട് വേഗം വരാം. ഇതിൻ്റെ അധികാരി ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം.
മനോഹരട്ടോ വശത്തെ രാജഗോപുരമാണ് എടുക്കുന്നത്. ശ്രീകൃഷ്ണപരുന്ത് വന്നിട്ട് കാണണം നിങ്ങൾക്ക്. ഇവിടെ ഐ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്താണ് ശ്രീകൃഷ്ണപരുന്ത് വരിക. ഞാൻ ശ്രീകൃഷ്ണപരുന്ത് വന്നത് അവിടെ വലം വെക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നൊന്നല്ല 2-3 വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടാ ക്ഷേത്രമാണ് ബലം വെക്കുന്നത്. മനസ്സറിഞ്ഞിട്ടുള്ള നന്ദിയാക്കും പോയിക്കളില്ലേ പോയിക്കളില്ല രാജഗോപുരം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് മുമ്പ് ഇവിടെയുള്ളതാണ്. എന്നാലും അതിൻ്റെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ക്ഷേത്രത്തിന്. അതുപോലെ പടിഞ്ഞാറ് നടയിൽ ഒരു വലിയൊരു രാജഗോപുരം വരുന്നുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണപരുന്ത് വലം വെക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ടോ. ക്ഷേത്രമാണേ വലം വെക്കുന്നത്. ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഫോണിൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ സൂം ചെയ്യുന്നൊരു പരിമിതിയുണ്ട്, അതുകൊണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ രാജഗോപുരമാണ്. അതിൻ്റെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളും എക്സ്ട്രാ പുതിയ എന്തെല്ലോ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്
പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മുൻവശവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വെള്ളം കിട്ടിയില്ല പറഞ്ഞു. അപ്പോൾ വെള്ളം കിട്ടിയെന്ന് കാണിച്ചു കൊടുക്കാൻ പഠിക്കും. ആ അണക്ക് വേണമല്ലോ. ഞാൻ ഒരു കുപ്പി തരാം. ആയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചേ. Thank you.